ഇന്ന് നമുക്ക് ചിക്കൻ പൊരിച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മുടെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ട് ചിക്കൻ വേണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ പീസസ് ആക്കിയിട്ട് അതിൻ്റെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി കൂടെയുള്ള പേസ്റ്റ്. അത് കൂടുതൽ ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു കോഴിമുട്ടയും വേണം. ആ ഒരു ചിക്കന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ടയും ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഓയിലിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ ഒരു സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക നമുക്ക് ആദ്യം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് സവോളൊക്കെ ഈ ഒരു കളറായാൽ മതി. ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളമ്പുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ആ ഒരു പൊരിച്ച ചിക്കൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ പൊരിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുഴുവൻ ചിക്കനും ഞാനിപ്പോൾ ഇതുപോലെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച മുഴുവൻ ഓയിൽ നമുക്ക് ആവശ്യമില്ല. അതിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം നല്ല നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 നല്ല മീഡിയം സൈസിലുള്ള സവോള വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 4 കപ്പ് അരി വെച്ചിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ 4 സവോള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നല്ല സോഫ്റ്റായിട്ട് വരുന്ന വരെ തന്നെ അങ്ങ് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റരുത്. അതാ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 8 പച്ചമുളക് കൂടിയിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ. ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരും. ഇത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കാൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളി അതുപോലെ അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കാരണം തക്കാളി കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സമയത്ത് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വെജിറ്റബിൾസ് കുക്കാവേണ്ട കിടപ്പുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ നല്ല ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മസാലയായിട്ട് ഇതിൻ്റെ അകത്ത് ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് 1/4 ടീസ്പൂണും ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ബിരിയാണി ഒരുപാട് മഞ്ഞ കളറാവും കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വൈറ്റും ചെറിയൊരു എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കളർ മതി. അപ്പോൾ ആയിരിക്കും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 പിടി മല്ലിയിലയും പുതിനയിലും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള അരിഞ്ഞെടുത്തിട്ടുള്ള അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ ഈ ഗ്രേവി കുറച്ച് കുറവാണല്ലോ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് പകരം ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഗ്രേവിയോട് കൂട്ടുള്ള നല്ല അടിപൊളി മസാലയായിരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാപ്പാലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-6 മിനിറ്റ് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ചിക്കൻ്റെ അകത്തേക്ക് ഒരു മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊരു സൈഡിൽ മാറ്റി വെക്കുക. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ടൈപ്പിലുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ചോറ് റെഡിയാക്കാനുള്ള പാത്രത്തിൻ്റെ അകത്തേക്ക് ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള കണക്കിൽ ഞാനിവിടെ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ഈ ബിരിയാണിക്കുള്ള നെയ്ച്ചോറാവുന്ന സമയത്ത് ഒരു 1/2 കപ്പ് കുറച്ചിട്ട് എടുക്കുക. അതായത് നമുക്ക് 8 കപ്പിന് പകരം 7.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ പീസാക്കി മുറിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് 2 ടീസ്പൂണോളം നല്ല നെയ്യും പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട്
തിളപ്പിച്ചെടുക്കുക. ഓൾറെഡി ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക കേട്ടോ. ഇനി വെള്ളവും അരിയും ഒരേ ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് ഇത് നന്നായിട്ട് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ചോറ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 10 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ടുള്ള റൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ചോറും മസാലയും റെഡിയായി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല ഒരു പാനിൽ താഴെ ഞാൻ മുഴുവൻ മസാലയും ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പകുതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ ചേർക്കുന്നില്ല, ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവൻ ഇട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് 30 മിനിറ്റെങ്കിലും ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ താഴ്ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമുക്കൊരു ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ താഴ്ഭാഗത്ത് മസാല ഇട്ടതുകൊണ്ട് തന്നെ മസാല പെട്ടെന്ന് അടുക്കി പിടിക്കുക, അതുകൊണ്ടാണ്. എന്നിട്ടൊരു ചെറിയ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് നേരം ദം ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പോഴേ തുറക്കരുത് കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കരുത്. ഒരു മണിക്കൂർ നേരം ഒന്ന് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം നമുക്കൊരു പാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണിക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഒട്ടും തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല റൈസായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറിലുള്ള റൈസാണ് കേട്ടോ. ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ചിക്കനൊക്കെ ഒരു കുതിർന്ന പോലെയൊക്കെ കിടക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ബിരിയാണിയാണ്. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്